വർഷങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ ആർക്കിടെക്ട്സിന് കൂടുതൽ പ്രൊജക്റ്റുകളിൽ ഇൻവോൾവ് ആകുന്നത് കൂടി വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായ എന്തെങ്കിലും ടിപ്സ്, മറ്റെന്തെങ്കിലും ടിപ്സ് കൊടുക്കാനുണ്ടോ? ആസ് എൻ ഇന്റീരിയർ ഡിസൈനർ ഐ ഓൾവേസ് ഹാവ് ദിസ് ഒരു പോയിന്റ് ഞാൻ എപ്പോഴും പറയുന്നത്, അൾട്ടിമേറ്റ്ലി എല്ലാത്തിന്റെയും മുകളിൽ എസ്തെറ്റിക് തന്നെയാണ് കാര്യം. ഇപ്പം നമ്മൾ ഫങ്ഷനാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഫങ്ഷനിൽ ഒരു സാധനം മാത്രം വെക്കാൻ പറ്റില്ല, ഭംഗിയുള്ള സാധനം തന്നെ ആയിരിക്കണം. അപ്പം അതിന് പറ്റുന്ന, അതുകൊണ്ടാണ് നമ്മൾ നല്ല പ്രൊഡക്റ്റിലേക്ക് എത്തുന്നത്. മുൻകാലങ്ങളിൽ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഒരു ബാത്റൂമിലേക്കൊന്നും ആരും അങ്ങനെ കാണിക്കാറില്ല, പക്ഷെ ഇന്നതൊരു ഷോക്കേസ് ആണ് തീർച്ചയായിട്ടും. അതെ, കുട്ടിക്കാലം തൊട്ട് ഒരുപാട് പേർക്ക് ഒരു എഫെക്ഷൻ വരുന്ന ഒരു സാധനമാണ് ബക്കറ്റ് മഗ്ഗിലുള്ള കുളി. പക്ഷെ അതിൽ നിന്ന് തന്നെ ഷവർ, ആ ഒരു ഷവറിങ് കോൺസെപ്റ്റ്, ഷവേഴ്സിലുള്ള ഡിഫറൻസസ്, വാട്ട് ടൈപ്പ് ഓഫ് ഫ്ലോ യു വാണ്ട്, വെള്ളച്ചാട്ടം പോലെ വാട്ടർ, അതുപോലെ കാസ്കേഡ് ഫ്ലോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇപ്പോൾ ആൾക്കാർ റെഡിയാവും. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് കാണാൻ ഭംഗിയുണ്ടാവും, പക്ഷെ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ഇത് ക്ലീൻ ആക്കാൻ വേണ്ടി ഹാർപ്പിക്കോ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ആസിഡ്സ് കെമിക്കൽസ് യൂസ് ചെയ്തിട്ടായിരിക്കും ഇതേപോലത്തെ പ്രൊഡക്റ്റുകൾ ക്ലീൻ. അപ്പം അതിനും റൈറ്റ് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുക, അതിനും ആ കൾച്ചർ നമുക്കിലേക്ക് എത്തി തുടങ്ങിയിട്ടില്ല. പലപ്പോഴും പല ആളുകളും പറയുന്നത് ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സർവീസൊക്കെ കിട്ടുമോ, നാളെ ഇത് മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുങ്ങുമോ? തോട്ട് ടു പുട്ട് ദാറ്റ്, ഇങ്ങനെ ഒരു ബ്രാൻഡ് നമ്മൾ എടുക്കണം എന്ന് നമ്മളൊരു ക്ലയന്റിനെ കൺവിൻസ് ചെയ്യുന്ന ഒരു ഭയങ്കര ടാസ്ക്കാണ്. കൊച്ചി കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒത്തിരി അനവധി ആർക്കിടെക്ചർ സ്കൂളുകളും കോളേജുകളും ഒക്കെ ഉള്ളൊരു ഓരോ വർഷവും എനിക്ക് തോന്നുന്നു ഏകദേശം 3000-ഓളം സ്റ്റുഡൻസ് പഠിച്ചിറങ്ങും അല്ലേ? അപ്പോൾ ഇവ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും നല്ലൊരു ഉപദേശം എന്താ ഇത്തരം കാര്യങ്ങളിൽ? നമ്മൾ പലപ്പോഴും പല പബ്ലിക് സ്പേസസിലും ഈവൻ നമ്മൾ അപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ കാണുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു സംഭവം വാട്ടർ ലീക്കേജ് ഫ്രം ദി ടോപ്പ് ഫ്ലോറിൽ നിന്നുള്ള വാഷ്റൂമിൽ നിന്നൊക്കെ പലപ്പോഴും നമ്മൾ വാട്ടർ ലീക്കേജ് കാണാം. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് എന്ത് മുൻകരുതലുകളാണ് നിങ്ങളുടെ പ്രൊജക്റ്റുകളിൽ എടുക്കാറുള്ളത്? ശരിക്കും നമ്മൾ പ്രോപ്പർ ഡ്രെയിനേജ് സിസ്റ്റം പ്ലാൻ ചെയ്യുക എന്നാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ചില ആൾക്കാർ പറയും നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യുക. വാട്ടർ പ്രൂഫ് മാത്രമല്ല ഇതിന്റെ പ്രശ്നം. നമ്മൾ ക്ലിയർ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള ഡ്രെയിനേജ് സിസ്റ്റം പ്ലാൻ ചെയ്യുക. മുകളിൽ നിന്ന് കോർക്കട്ട് ചെയ്യുമ്പോൾ അതിന് യൂസ് ചെയ്യേണ്ടതായ കെമിക്കൽസ്, ഇപ്പം പല വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട്സ് ഉണ്ട്, അതിന് പറ്റുന്ന അതിന്റെ റിയൽ പ്രൊഡക്റ്റ്. അതിന് പകരം ചില ആൾക്കാർ കോർക്കട്ട് ചെയ്തിട്ട് സിമെന്റ് ഫില്ലിങ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതിനെല്ലാം പ്രൊഡക്റ്റുകൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി അതിലേക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. പിന്നെ പ്രോപ്പർ ആയിട്ട് ഇപ്പം വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോൾ തന്നെ ബിൽഡിംഗ് ടൈലി ചെയ്യുന്നതിന് മുന്നേ വാട്ടർ ടെസ്റ്റിംഗ് പ്രോസസ്സ് ചെയ്തിരിക്കണം നിർബന്ധമായിട്ട്. ഇപ്പം ടോയ്ലറ്റിലേക്കാണല്ലോ അല്ലെ സാനിറ്ററി ഫിറ്റിംഗ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും ടൈലി ചെയ്യുന്നു, തിരക്കാണല്ലോ എല്ലാവരും. പക്ഷെ നമ്മൾ പ്രഷർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പം പ്രൊജക്റ്റുകളിൽ നമ്മൾ എപ്പോഴും പ്രഷർ ടെസ്റ്റ് ചെയ്ത് നോക്കും. അല്ലെങ്കിൽ മാനുവലി നമുക്ക് പ്രൊഡക്റ്റ് നമ്മൾ ടൈൽ ലേ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സാനിറ്ററി CP ഫിറ്റിംഗ്സിന്റെ പൈപ്പ് ലൈൻ കഴിഞ്ഞാൽ പ്രഷർ ടെസ്റ്റ് ചെയ്ത് അത് പാസ് 24 hours അത് ലോഡ് ചെയ്തിട്ട് അത് പാസ്സായാൽ മാത്രമേ നമ്മളത് ടൈലിങ്ങിലേക്കുള്ള അപ്രൂവൽ കൊടുക്കുള്ളൂ. വലിയ പ്രൊജക്ട് വീടുകൾക്ക് അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ അതാണ് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു വളരെ ചെറിയൊരു കാര്യമാണ്. പക്ഷെ അത് ചെയ്തില്ല എങ്കിൽ നമ്മൾ ടൈല് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വെള്ളം ലോഡ് ചെയ്യുന്നത്. അപ്പം ചെറിയ മൈന്യൂട്ട് ലീക്കേജസ് കാണും. ആ ലീക്കേജസ് ടൈലിൽ എപ്പോക്സി ചെയ്യുന്നതുകൊണ്ട് ചിലപ്പം ഈ ഓപ്പറേഷനിലേക്ക് വരാൻ ചാൻസ് ഇല്ല. അത് നേരെ ബിൽഡിങ്ങിലെ ഭിത്തിയിലേക്ക് ഡാമിനസിലേക്ക് വരാം. അത് വീണ്ടും നമ്മുടെ സംഘടനയിലൂടെ താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം വാട്ടർ പ്രൂഫിംഗ് പ്രോപ്പറായിട്ട് ചെയ്യുക, അത് വാട്ടർ ടെസ്റ്റ് പ്രോപ്പറായിട്ട് ചെയ്യുക, പിന്നെ ഡ്രെയിനേജ് സിസ്റ്റം പ്രോപ്പർലി പ്ലാൻ ചെയ്യുക, പിന്നെ നല്ല അതിനുവേണ്ടി പറ്റുന്ന ഡ്രെയിനേജ് ഇപ്പം നമുക്ക് ലീനിയർ ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട്. അതൊക്കെ പ്രോപ്പർലി വെള്ളം എത്രയും പെട്ടെന്ന് ടോയ്ലറ്റിലെ വെള്ളം ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് നോക്കുക എന്നുള്ളതാണ്. ഇതുപോലെ മറ്റെന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങളുണ്ടോ നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന് കൊടുക്കാനായിട്ട്? അവർക്ക് ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ എല്ലാവരും ചിലപ്പോൾ ആർക്കിടെക്ട്സിനെ ഉപയോഗിക്കുന്നവരാകണമെന്നില്ല, ചില ആൾക്കാർ എഞ്ചിനീയേഴ്സ് ഉപയോഗിക്കുന്നവരാകാം, അങ്ങനെ പല രീതിയിലുണ്ടല്ലോ. നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യത്ത് എല്ലാവരും, പക്ഷേ എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ ആർക്കിടെക്ട്സിന് കൂടുതൽ പ്രൊജക്റ്റുകളിൽ ഇൻവോൾവ് ആകുന്നത് കൂടി വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായ എന്തെങ്കിലും ടിപ്സ്, മറ്റെന്തെങ്കിലും ടിപ്സ് കൊടുക്കാനുണ്ടോ? ആസ് എൻ ഇന്റീരിയർ ഡിസൈനർ ഐ ഓൾവേസ് ഹാവ് ദിസ് ഒരു പോയിന്റ് ഞാൻ എപ്പോഴും പറയുന്നത്, എല്ലാവരും വിചാരം ആ വീടിന്റെ ഒരു ഫോം കഴിയുമ്പോൾ ഇന്റീരിയറിലേക്ക് കടക്കാം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സാണ്. ബട്ട് ഇഫ് യു എൻഗേജ് ആൻ ഇന്റീരിയർ ഡിസൈനർ വെൽ ഇൻ അഡ്വാൻസ്, ആ പ്ലാനിങ്ങിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ക്ലോസ് ചെയ്ത് കിട്ടാൻ പറ്റും. ബീറ്റ് യുവർ ഇലക്ട്രിക്കലി പറഞ്ഞ പോലെ പ്ലംബിംഗ്, ഒരുപാട് ഇഷ്യൂസ് can be overlooked by the architecture side. We can use sort of എന്താ പറയാ, അതിൽ ഇന്റീരിയറിലോട്ട് വരുമ്പോൾ നമുക്കതിന് സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ പറ്റും. സോ
എപ്പോഴും ക്ലബ് ചെയ്യണം എന്ന് ഞങ്ങളത് ഞങ്ങളുടെ പ്രൊജക്ട്സിൽ ഓഫ് കോഴ്സ് ചെയ്യാറുണ്ട്. വി ട്രൈ ആൻഡ് ബ്രിങ് ഇറ്റ് ടുഗെദർ ഫസ്റ്റ് ഫ്യൂ ആ ഒരു പ്ലാനിങ് സ്റ്റേജിൽ തന്നെ ഓക്കെ ഇന്ന സ്ഥലത്ത് ബെഡ് വരുന്നു, ഇന്ന ഓക്കെ. സ്ഥലത്ത് സോഫ വരുന്നു, അത് ഈവൻ കിച്ചൺ ഫോർ ദാറ്റ് മാൻ. അതൊരു കംപ്ലീറ്റ് പ്ലാനിങ് ആദ്യമേ തന്നെ നമ്മൾ നടത്തണം. ശരിക്കും ഒരു കൊളാബറേറ്റീവ് വർക്ക് എന്ന് Work വേണമെങ്കിൽ ആണ്. പറയാം. ഇതൊരു ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആർക്കിടെക്ട് മാത്രമല്ല. ആഹാ. ശരിക്കും അവിടെ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഇന്റീരിയർ ഒരുപാട് ഡിസൈനേഴ്സ് ഉണ്ട്, അവിടെ പല കൺസൾട്ടൻസും ഉണ്ട്. ഉഹും. ഇപ്പം MEP കൺസൾട്ടന്റ്, ഇതൊരു കോമ്പിനേഷൻ ഓഫ് വർക്കാണ് നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് ആയിട്ട് വരിക. ഉഹും. ഒരു സിംഗിൾ പോയിന്റ് ആർക്കിടെക്ചറൽ അല്ലെങ്കിൽ ഡിസൈൻ മാത്രമല്ല ഒരു പ്രോജക്റ്റിന്റെ സക്സസ്. ഉഹും. അപ്പം നമുക്കിപ്പം ഇപ്പം കോമൺലി പറയാം എക്സ്പേർട്ടുകളെ യൂസ് ചെയ്യുക, ഓക്കെ. അതാണ് That's അതിന്റെ റൈറ്റ് വേർഡ്. That's അല്ലാതെ correct. ആർക്കിടെക്റ്റിനോ എഞ്ചിനീയറിനോ അല്ല, എക്സ്പേർട്ടുകളെ യൂസ് ചെയ്യുക, യൂസ് right ചെയ്യുക, product യൂസ് ചെയ്യണം. 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 അതെ. പിന്നെ റൈറ്റ് പ്രോഡക്റ്റ് മനസ്സിലാക്കുക, ഉം. റൈറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനേക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ. അതായിരിക്കും ഇതിനകത്ത്. ഏതാണോ ആ ഒരാവശ്യത്തിന് വേണ്ടി അതിനേക്കുള്ള അത് എക്സ്പേർട്ടുകളായിട്ട് മനസ്സിലാക്കുക. ഓക്കെ. ഇപ്പൊ ഷോറൂംസ് നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ വെറൈറ്റി, ഇപ്പം ഞങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ ആൾക്കാർ വെറൈറ്റി വേണം. ഉം. വെറൈറ്റി എന്നാണ് കാരണം നമ്മളുടെ ആൾക്കാർക്ക് വെറൈറ്റി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പക്ഷെ വെറൈറ്റി അല്ല അവിടെ വേണ്ടി. ഫങ്ഷണലി എന്താണ് ചെയ്യാൻ പറ്റുന്നത് മനസ്സിലാക്കുക, ഓക്കെ. അത് That's ചെയ്യുക. where ഒരു എക്സ്പേർട്ടിന്റെ ഹെൽപ്പ് makes things easier. ഓക്കെ. Like, do you want to spend so much money on that, or do you want to put that money somewhere else? ആ ഒരു തോട്ട് പ്രോസസ്സിൽ കൂടെ നമുക്ക് അതിനെ ഗൈഡ് ചെയ്യാൻ പറ്റും ഓക്കെ. ഇച്ചിരൂടെ ഫാസ്റ്റർ. ഓക്കെ. സോ ദാറ്റ് ഈസ് വെയർ വി ക്യാൻ ഹെൽപ്പ് യു ഔട്ട്. ഈ പ്രാക്ടിക്കാലിറ്റിയെ കുറിച്ചായിരുന്നല്ലോ ഇപ്പം. പ്രാക്ടിക്കാലിറ്റി ആൻഡ് ഫങ്ഷണാലിറ്റി ആണല്ലോ പറഞ്ഞത്. ഇനി ഞാൻ ചോദിക്കുന്നത് എയ്സ്തെറ്റിക്സ്. എനിക്ക് തോന്നുന്നു ഈ ഒരു കോമൺ മാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത് എയ്സ്തെറ്റിക്സ് ആയിരിക്കും. അപ്പോൾ ഈ എയ്സ്തെറ്റിക്കലി ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ അത് ഏറ്റവും ഭംഗിയുള്ളതായി മാറാൻ എന്തൊക്കെ പോയിന്റുകളാണ് ശ്രദ്ധിക്കേണ്ടത്? പറയണോ? അതെ. അൾട്ടിമേറ്റ്ലി എല്ലാത്തിന്റെയും മുകളിൽ എസ്തെറ്റിക് തന്നെയാണ് ആണ്. കാര്യം. ഇപ്പം നമ്മൾ ഫങ്ഷണാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഫങ്ഷണൽ ഒരു സാധനം മാത്രം വെക്കാൻ പറ്റില്ല, ഭംഗിയുള്ള സാധനം തന്നെ ആയിരിക്കണം. ആഹാ. അപ്പം അതിന് പറ്റുന്ന, അതുകൊണ്ടാണ് നമ്മൾ നല്ല പ്രൊഡക്റ്റിലേക്ക് എത്തുന്നത്. ഓക്കെ. കാരണം അവിടെ വരുമ്പോഴാണ് അവർ എസ്തെറ്റിക്കലിയും ഫങ്ഷണലിയും അതിന് ടോട്ടൽ സൊല്യൂഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. കിട്ടുന്നത്. അപ്പം അത് നമ്മൾ എസ്തെറ്റിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു ടോയ്ലറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന സ്ഥലമാണ്, അതെ. അല്ലെങ്കിൽ പേഴ്സണലി നമ്മൾ ഇരിക്കുന്ന സ്ഥലമാണ്. അവിടെ അല്ലെങ്കിൽ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ അവിടെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസ്തെറ്റിക് വാല്യൂ. മുൻകാലങ്ങളിൽ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഒരു ബാത്റൂമിലേക്കൊന്നും ആരെയും അങ്ങനെ കാണിക്കാറില്ല. പക്ഷെ ഇന്നതൊരു ഷോക്കേസ് 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 ആണ് ആയി മാറി. തീർച്ചയായിട്ടും. അതെ. സോ ഈവൻ ലൈക്ക് എന്താ നമ്മളിപ്പോൾ പറയുന്ന ഇപ്പോഴത്തെ തെർമോസ്റ്റാറ്റ് ഡൈവേർട്ടേഴ്സ് ഒക്കെ ഒരുപാട് പേര് നമ്മളത് എന്താ പറയുക, വി ഹാപ്പിലി അക്സെപ്റ്റിംഗ് ഇറ്റ്. പണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒരു ഡൈവേർട്ടർ, സ്പൗട്ട്, ബക്കറ്റ്. ആ മഗ് ആൻഡ് ബക്കറ്റ് ഇസ് എ വെരി പേഴ്സണൽ തിങ് ടു എവ്രി വൺ. നമുക്ക് കുട്ടിക്കാലം തൊട്ട് ഒരുപാട് പേർക്ക് ഒരു എഫെക്ഷൻ വരുന്ന ഒരു അതെ, അതെ, സാധനമാണ് അതെ. ബക്കറ്റ് മഗ്ഗിലുള്ള കുളി. പക്ഷെ അതിൽ നിന്ന് തന്നെ ഷവർ, ആ ഒരു ഷവറിങ് കോൺസെപ്റ്റ്, ഷവേഴ്സിലുള്ള ഡിഫറൻസസ്, വാട്ട് ടൈപ്പ് ഓഫ് ഫ്ലോ യു വാണ്ട്, ഉഹും. വെള്ളച്ചാട്ടം പോലെ വാട്ടർ, അതുപോലെ കാസ്കേഡ് ഫ്ലോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇപ്പോൾ ആൾക്കാർ റെഡിയുമാണ്. ഓക്കെ. So and we'll be more than happy to guide them through such products. So Okay. it's a nice thing. അപ്പോൾ ഈ ഇന്നത്തെ മോഡേൺ ട്രെൻഡിൽ നമുക്ക് എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ളതും അഫോർഡബിൾ ആകുമല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓക്കെ, മാസ്റ്റർ ബെഡ്റൂമിൽ നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആക്കാം, മറ്റുള്ള ബാത്റൂമുകൾ കുറച്ചുകൂടെ കോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ ഈ കോസ്റ്റ് അഫോർഡബിൾ ആക്കാനായിട്ട് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? ഇത് നമ്മൾ നേരത്തെ നമ്മൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ കോസ്റ്റ് വൈസ് ഇപ്പം പല കോമ്പിനേഷൻസ് നമ്മുടെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഉഹും. എല്ലാ കമ്പനികൾക്കും പല പ്രൊഡക്റ്റുകൾ കാണും. ഉം. എല്ലാം ഒരു സീരീസ് തന്നെ പോകണമെന്നില്ല. ഓക്കെ. നമുക്ക് പല സീരീസുകളും പല ടോയ്ലറ്റുകളിലേക്ക് യൂസ് ചെയ്യാൻ ഉം. രീതിയിലേക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള രീതിയിൽ മാറ്റാൻ പറ്റും. മേ ബി ലൈക്ക് മാസ്റ്റർ ബെഡ്റൂം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് എടുക്കാം. ഗ്രാൻഡ് ആൻഡ് ലക്ഷറി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം Okay. ലക്ഷറി പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ലക്ഷറി എന്ന് പറയുന്ന വാക്ക് തന്നെ, അത് ഉം. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് നമ്മളുടെ ഫീലിനനുസരിച്ച് ചില പ്രൊഡക്റ്റുകൾ നമുക്ക് യൂസ് ചെയ്യാൻ Yes, പറ്റും. yes. പക്ഷെ ചിലത് നമുക്ക് കുറച്ച് കോസ്റ്റ് എഫിഷ്യന്റ് പ്രൊഡക്റ്റുകൾ We may compromise it. കോംപ്രമൈസ് ചെയ്ത് Okay. ചെയ്യാൻ പറ്റുന്നത് ഉണ്ട്. അതിൽ ഈ നേരത്തെ നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. കാരണം പല ടൈപ്പ് ഓഫ് പ്രോജക്റ്റിന്, ഇപ്പൊ വീടാണെങ്കിൽ വീടിന് പറ്റുന്ന പ്രൊഡക്റ്റ് സെപ്പറേറ്റ് ആയിരിക്കും, Correct, correct. ഒരു റിസോർട്ട് ആണെങ്കിൽ റിസോർട്ടിന് പറ്റുന്ന പ്രൊഡക്റ്റ് സെപ്പറേറ്റ് ആയിരിക്കും. ഉം, ഉം. അത് നമ്മൾ തിരിച്ചറിയാന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് സ്പേസിനൊക്കെ ഇപ്പോൾ കൂടുതലും റിംലെസ് WCകളാണല്ലോ ഇപ്പോൾ. Exactly. ഈവൻ ഏറ്റവും- വീടുകളിൽ അഡോപ്റ്റ് അതെ, അതെ. ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഈ ക്ലീനിങ് ഒരു വലിയ ഇഷ്യൂ ആണ്. ആഹാ. ആൻഡ് ദ വൺ തിങ് ഐ തിങ്ക് എവ്രിബഡി എല്ലാ ബീറ്റ് എനി ബ്രാൻഡ് പറയുന്നത് ദറ്റ് വി നോട്ട് സപ്പോസ് യൂസ് തിങ്സ് ലൈക്ക് ഹാഷ് കെമിക്കൽസ് ആ. യൂസ് ചെയ്യലെന്ന് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. Exactly. ഓഫ് കോഴ്സ് നമുക്കിത് ജനറൽ പബ്ലിക്കിന്റെ അടുത്ത് പറയും, ബട്ട്
എൻഡ് ഓഫ് ദ ഡേ ഈ ആസിഡുമായിട്ട് ഇത് റിയാക്ട് ചെയ്യുമ്പോൾ റിയാക്ട് ഇപ്പം ചെയ്യും. അതാണ് നമ്മൾ ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് കാണാൻ ഭംഗിയുണ്ടാവും, പക്ഷെ ഉം. നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ഇത് ക്ലീൻ ആക്കാൻ വേണ്ടി ഹാർപ്പിക്കോ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ആസിഡ് കെമിക്കൽസ് യൂസ് ചെയ്തിട്ടായിരിക്കും ഇതേപോലത്തെ പ്രൊഡക്റ്റുകൾ ക്ലീൻ. ആഹാ. അപ്പം അതിനും റൈറ്റ് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുക, ആഹാ. അതിനും ആ കൾച്ചർ നമുക്കിലേക്ക് എത്തി തുടങ്ങിയിട്ടില്ല. ആ അപ്പം പ്രൊഡക്റ്റ് നമ്മൾ എത്തി, ഇന്റർനാഷണലി ഉള്ള പല പ്രൊഡക്റ്റുകളും ഇവിടെ എത്തിയിട്ടുണ്ട്, ഓക്കെ പക്ഷെ ക്ലീനിങ് കൾച്ചർ അതിലേക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം, എന്ത് ആക്സറീസ് യൂസ് ചെയ്യണം എന്നുള്ള ഒരു കൾച്ചർ നമ്മൾ പെയ്യെ അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. ഉം. ഇറ്റ്സ് എ പ്രോസസ് ഈ പറഞ്ഞ ഡെഫിനറ്റ്ലി. CP അത് ഫിറ്റിങ്സിനൊന്നും നമ്മൾ ഒരുപാട് കെമിക്കൽസ് യൂസ് ചെയ്യണ്ട, ജസ്റ്റ് ഒരു സ്പഞ്ച് ആൻഡ് വാട്ടർ മതി. എനിക്ക് തോന്നുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം ആർക്കിടെക്ട്സും ഡിസൈനേഴ്സും എല്ലാം ഇൻവോൾവ് ചെയ്ത് നല്ല ബാത്റൂമൊക്കെ നല്ല ഭംഗിയാക്കി വെച്ചതിന് ശേഷം പലപ്പോഴും ക്ലീനിങ് പാർട്ട് വരുമ്പോഴത്തേക്കാണ് ഏറ്റവും വലിയ പ്രോബ്ലം നമ്മൾ നമ്മുടെയൊക്കെ പ്രോജക്റ്റിനെ സംഭവിച്ചിട്ടുണ്ട്. കാരണം സംഭവിച്ചിട്ടുണ്ട്. ഇത് ഇനാഗ്രേഷന് മുന്നത്തെ ദിവസം എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ച് ഇനാഗ്രേഷന് മുന്നേ വീട്ടുകാരൊരു ആസിഡ് ക്ലീനിങ് ചെയ്ത് ടൈൽസ് ക്ലീൻ ചെയ്യുന്നതാണ്, പക്ഷെ അത് ശ്രദ്ധിക്കാതെ ചെയ്ത് CP ഫിറ്റിംഗിലെ നമ്മൾ ഇതേപോലെ പ്രത്യേകിച്ചും കളർ നമ്മൾ വളരെ ബോഡീസിലേക്ക് വരുമ്പോൾ എക്സ്പെൻസീവ് അത് ആയിട്ടും വളരെ ലക്ഷറിയായിട്ടും ചെയ്യുന്ന പ്രൊഡക്റ്റ്. അപ്പം Correct. അത് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഗ്രാജുവലി നമ്മളുടെ ഒരു പ്രൊഡക്റ്റിനെ മനസ്സിലാക്കി പെരുമാറുക എന്നുള്ളത് മാത്രമല്ല ഇപ്പം പുതിയത് വന്നിരിക്കുന്ന പല പ്രോഡക്റ്റുകളും ഭയങ്കര ഈസി ക്ലീൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. അതെ, അത് നമ്മള് ആവശ്യമില്ല. എന്ത് ഇപ്പം നമ്മളുടെ കയ്യിൽ ഒരു ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ എനിത്തിങ് ബീറ്റ് വാച്ച് ബാഗ് ഷൂ എനിത്തിങ്, നമ്മൾ അതിനെ ടേക്ക് കെയർ ചെയ്യുന്നത് എങ്ങനെയാ, അതുപോലെ തന്നെ വേണം യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് എവറിത്തിങ്. ഓക്കെ ലൈക്ക് ഇറ്റ്സ് ഭയങ്കര ഈസി, ഭയങ്കര ലാഘവത്തോടെയാണ് പറയുന്നത് ഈസി മെയിൻ്റെനൻസ് ആവണം. മെയിൻ്റെനൻസ് ജസ്റ്റ് ഡസ് നോട്ട് മീൻ ചുമ്മാ യു സ്ക്രബ് ഇറ്റ് ഔട്ട്, ലൈക്ക് ഒരു സ്റ്റീൽ വൂൾ ഇട്ട് സ്ക്രബ് ചെയ്യല്ല, അതിന് അതിൻ്റെതായ ഒരു ഡെലിക്കേറ്റ് കെയർ കൊടുത്ത് കെയർ കൊടുക്കണം. ബട്ട് യൂസ് ദ റൈറ്റ് പ്രോഡക്ട്സ്. ഈ Okay. പറഞ്ഞ പോലെ ഒത്തിരി ഹാഷ് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാണ്ട് കീപ് ഇറ്റ് ക്ലീൻ. യു ക്യാൻ ക്ലീൻ ഇറ്റ് ഇൻ ദാറ്റ് മാനർ. മുൻപ് പറഞ്ഞ പോലെ ഇപ്പൊ കൂടുതൽ ആന്റി ബാക്ടീരിയൽ പ്രോഡക്ട്സ് ഒക്കെ വരുമ്പം ഇറ്റ്സ് ഓൾറെഡി കോട്ടിംഗ് ഉണ്ട്. ഓക്കെ അപ്പോൾ ഒരു പരിധി വരെ ആ കോട്ടിംഗ് ഉണ്ട്. അപ്പൊ Mhm. പിന്നെ നമ്മൾ എന്തിനാണ് എക്സ്ട്രാ? ഓക്കെ, ഇറ്റ്സ് ഗുഡ് ടു ഹാവ് ദാറ്റ്, ബട്ട് യു ഹാവ് ടു ബി കോഷ്യസ് Yes. ആൻഡ് തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് Okay. യൂസ് തിങ്സ്. യൂസ് നമുക്ക് വൈസ്. എനിക്ക് തോന്നുന്നു നമുക്ക് എപ്പോഴും ഒരു ഫീലിംഗ് ആണല്ലോ, ഒത്തിരി നിറയെ വെള്ളം കോരി ഒഴിച്ച് ബ്രഷൊക്കെ അതെ. ഇട്ട് ഒത്തിരി അത് കാരണം നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണെങ്കിലും ഈ ടോയ്ലറ്റ് യൂസേജിന്റെ ഒരു കൾച്ചർ നമുക്ക് പ്രോപ്പർലി കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഇല്ല. എനിക്ക് തോന്നുന്നില്ല. വളരെ വളരെ റെയർ ആയിട്ടാണ് നമ്മുടെ സ്കൂളിൽ പോലും യെസ്, അല്ലെങ്കിൽ അതെ ആരെങ്കിലും പോലും ആസ് ഈ എ ഒരു മദർ ഐ കൻ അതെ. വാച്ച് ഫോർ ദാറ്റ്. ബോയ്സിന് എങ്ങനെ, പ്രത്യേകിച്ചും ബോയ്സ്, ഐ മീൻ നോ ഒഫൻസ് ടു ഓൾ ദ ബെൻ ഇൻ ദിസ് റൂം, ബട്ട് ബോയ്സ് എങ്ങനെ ടോയ്ലറ്റ് യൂസ് ചെയ്യണം എന്നതൊരു ഭയങ്കര ഒരു സംഭവം തന്നെ. യു ഷുഡ് ബി ടോട്ട് ഉം. ഹൗ ടു യൂസ് എ ടോയ്ലറ്റ്. അത് Okay. മേ ബി നമ്മുടെ നാട്ടിൽ ഓക്കെ ആയിരിക്കും, ബട്ട് വെൻ യു ഗോ ഔട്ട് സൈഡ് Mhm. ഇറ്റ്സ് ഐ മേക്ക് ഇറ്റ് എ പോയിന്റ്. ഐ ടീച്ച് മൈ ബോയ്സ് ഹൗ ടു യൂസ് ദ Mhm. ടോയ്ലറ്റ് പ്രോപ്പർലി, Okay. because when another woman has to use it, it's difficult, Exactly. especially when it's a sharing toilet. Okay. അതൊരു ഇറ്റ്സ് ഓഫ് ടോപ്പിക്, ബട്ട് സംതിങ് ദാറ്റ് വി ഓൾ നീഡ് ടു കീപ് ഇൻ മൈൻഡ്. ഈ പറഞ്ഞ ഒരു കൾച്ചർ അതിലേക്ക് കൊണ്ടുവരണം. ആ ആ. അല്ല എനിക്ക് തോന്നുന്നു ഇത് പലപ്പോഴും പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു അതെ, പോയിന്റാണ്. അതെ. നമ്മൾ ഇതിനെക്കുറിച്ച് പ്രോപ്പറായിട്ടൊരു ക്ലാസ് ഒന്നും ഒരിടത്തും എടുക്കുന്നില്ലല്ലോ. എങ്ങും അപ്പോൾ നമുക്ക് ഇത്രയും എനിക്ക് തോന്നുന്നു അതെ. ഇത്തരം പ്ലാറ്റ്ഫോമുകൾ, പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അത് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു പുതിയ തലമുറയിലുള്ള ആർക്കിടെക്ട്സിനും എല്ലാം വളരെ ഉപകാരപ്രദമാവും. നിങ്ങളും തീർച്ചയായിട്ടും. പുതിയ തലമുറ തന്നെയാണെങ്കിലും ആൻഡ് ഓഫ് കോഴ്സ് ഈ പറഞ്ഞ ബാത്റൂം വെറ്റ് ഏരിയ ഏതാ, ഡ്രൈ ഏരിയ ഏതാ ഡെസിഗ്നേറ്റ് ചെയ്ത് അവിടത്തേക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു കൾച്ചറൊക്കെ അവൻ കുറച്ച് ടൈം പിടിക്കും, ബട്ട് ഇറ്റ്സ് കമ്മിങ്, ഇറ്റ്സ് വർക്കിംഗ് പ്രോപ്പർലി. അതൊക്കെ നമ്മൾ അത് മാറാനുണ്ട്. ഇവൻച്വലി നമ്മളെല്ലാം മാറും. ഓക്കെ, നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചെങ്കിലും ഇപ്പോൾ ശരിക്കും നമ്മുടെ കേരളത്തിലൊക്കെ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ഗ്ലോബൽ സിറ്റിസൺ. അപ്പോൾ ഇതുപോലെ ഗ്ലോബൽ ബ്രാൻഡുകളും ഒത്തിരി അനവധി ബ്രാൻഡുകൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ഇന്ത്യയിലും എല്ലായിടത്തുമായിട്ടും വന്നിട്ടുണ്ട്. പലപ്പോഴും പല ആളുകളും പറയുന്നത് ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സർവീസൊക്കെ കിട്ടുമോ, നാളെ ഇത് മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങുമോ? നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? പ്ലെൻറ്റി ഓഫ് എക്സ്പീരിയൻസ്. റീസൺ ബി ആ ഒരു തോട്ട് ടു പുട്ട് ദാറ്റ് ഇങ്ങനെ ഒരു ബ്രാൻഡ് നമ്മൾ എടുക്കണം എന്ന് നമ്മളൊരു ക്ലയൻറ്റിനെ കൺവിൻസ് ചെയ്യുന്ന ഒരു ഭയങ്കര ഒരു ടാസ്ക്കാണ്. ബിക്കോസ് ഈ പറഞ്ഞ ഇതാണ് എല്ലാവരുടെയും പ്രശ്നം. ബട്ട് വാട്ട് വി ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് ഇസ് that brand has a value. For instance, Vitra. Okay, ഒരു brand value ഉണ്ട്, and they'll make it a point to not tarnish that image that they've created in the market. അപ്പോൾ അവർ എന്ത് വന്നാലും you give them a call, and ഇപ്പോഴത്തെ അവസ്ഥയിൽ we know that എല്ലാവർക്കും ടൈം വളരെ പ്രഷ്യസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവരുടെയും ടൈമിന് വാല്യൂ ഉണ്ട്. സോ ഇന്ന് വിളിച്ചാൽ നാളെ കൊണ്ട് ആൾ വന്ന് ഫിറ്റ് ചെയ്തില്ലെങ്കിൽ the end consumer is going to get very irritated. അപ്പം when we go with brands, അവർ ഡെഫിനറ്റ്ലി അവർ ഈ സർവീസസ് അവർ ടേക്കപ്പ് ചെയ്യുന്നതാണ്. അൺലൈക്ക് പണ്ടൊക്കെ ഈ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ദാറ്റ് വാസ് ബിക്കോസ് ദ റീച്ച് വാസ് സ്മോൾ. പക്ഷെ ഇന്ന്
ഒരു വൈഡർ റീച്ച് ഈ മാർക്കറ്റിലുണ്ട്. സോ ഡെഫിനറ്റ്ലി അവർ വെൻ യു ഗോ ഫോർ എ ബ്രാൻഡ് ദേ മേക്ക് ഇറ്റ് എ പോയിന്റ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രാൻഡുകളെല്ലാം ഡെഫിനറ്റ്ലി ദേ വിൽ ട്രൈ ടു കീപ്പ് അപ്പ് ദെയർ ബ്രാൻഡ് ഇപ്പൊ നെയിം. നേരത്തെ പറഞ്ഞ ഗ്ലോബൽ മാർക്കറ്റ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ആൾക്കാർ വളരെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. അതെ, അതെ. പ്രത്യേകിച്ച് കേരളത്തിലെ ആൾക്കാർ വെളിയിലേക്ക് ട്രാവൽ ചെയ്ത് അവർ പല പ്രൊഡക്റ്റുകളും വെളിയിൽ കാണുന്നുണ്ട്. അതെ. അപ്പം ഇവിടെ വന്നിട്ട് നമ്മളോട് ചോദിക്കും, ഓ അതുണ്ടോ, അല്ലെങ്കിൽ ഈ ടൈപ്പ് പ്രൊഡക്റ്റ് ഉണ്ടോ. നമ്മൾ അവർക്ക് കേരളത്തിൽ ഇത്രയും പ്രൊഡക്റ്റുകൾ ഉണ്ട് എന്ന് മനസ്സിലാകുന്ന തന്നെ ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ. അപ്പം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ നല്ല ബ്രാൻഡുകളുടെയും ഷോറൂംസും ഡീറ്റെയിൽസും ഉണ്ട്. ഞങ്ങളുടെ ഇടയ്ക്ക് ആൾക്കാർ എത്തുമ്പോൾ തന്നെ ഞങ്ങൾ ചോദിക്കുന്നത്, എന്താണ് നിങ്ങളുടെ സർവീസ്, എന്താണ് നിങ്ങളുടെ ബാക്കപ്പ് പ്ലാൻ, Okay. ഇതേപോലെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എത്ര സമയത്തുള്ള നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യും. ഉം. സോ നമ്മളൊരു നല്ല ബ്രാൻഡുകൾ, ഒരു പ്രീമിയം ബ്രാൻഡുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഉം. ഏറ്റവും പ്രൈമറി ക്വസ്റ്റ്യൻ തന്നെ അതാണ്. ഉം. പിന്നെ പാർട്സ്, ഇപ്പൊ എന്തെങ്കിലും ഇഷ്യൂസ് Spare വന്നാൽ parts. സ്പെയർ പാർട്സ് ഉം. എങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യും, എത്ര ദിവസത്തിനുള്ളിൽ മാനേജ് ചെയ്യാൻ പറ്റും. ഉം. അപ്പം ഇപ്പോഴുള്ള മിക്ക കമ്പനികൾക്കും ഉം. മിക്ക പ്രോഡക്റ്റുകൾക്കും ദേ ഹാവ് എ ഹ്യൂജ് സ്റ്റോക്ക് ഉം. ഇവിടെ, അല്ലെങ്കിൽ ടീമുണ്ട്, അതിന് Okay. സർവീസ് ടീമുണ്ട്, ഉം. അവർക്ക് ഡിസ്ട്രിക്ട് വൈസ് സർവീസ് ടീമുകൾ കാണും. ഉം. അപ്പം അതൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ടായിരിക്കും. ഇപ്പം നമ്മൾ കൊച്ചിയിൽ തന്നെ, നമ്മൾ കേരളത്തിൽ പല ഡിസ്ട്രിക്റ്റുകളിൽ പ്രൊജക്ടുകൾ ചെയ്യുന്നുണ്ട്. ആഹാ. ഇപ്പം ഇടുക്കി പോലത്തെ സ്ഥലങ്ങളിലേക്ക് ചെയ്യുമ്പോൾ, ഇടുക്കിയിൽ ഒരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ അവിടേക്ക് എത്താൻ ഇപ്പം അവിടേക്ക് ആൾക്കാർക്ക് എത്താൻ സർവീസ് ടീം കൊച്ചിയിൽ നിന്നാണ് എത്തുന്നത്, ഉം. അതോ ഇടുക്കിയിൽ തന്നെ അവർക്ക് ലോക്കൽ പ്രസൻസ് ഉണ്ട്. ആളുണ്ടോ? ഇപ്പം ഈവൻ വിട്രേക്ക് ഞങ്ങൾക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്. ചില നമ്മൾ പല കാടിനുള്ളിലൊക്കെ ഞങ്ങൾ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് കിട്ടുന്ന സർവീസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമുക്ക് കീപ്പ് ഓൺ കണ്ടിന്യൂ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാനും, അല്ലെങ്കിൽ നമുക്ക് അവരുടെ കൂടെ പ്രൊജക്ട് ചെയ്യാനും പറ്റുന്നത്. ഓക്കെ. അപ്പം ഡെഫിനറ്റ്ലി R&D ഈസ് ഇമ്പോർട്ടന്റ്, സർവീസ് ഈസ് ഇമ്പോർട്ടന്റ്, ആൻഡ് റെസ്പോൺസ് ഈസ് ഇമ്പോർട്ടന്റ്, റെസ്പോൺസിബിലിറ്റി ഓൾസോ. ഒരാൾ റെസ്പോണ്ട് ചെയ്യുന്ന പല രീതിയിലാകാം. അതെ. അതിലും റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ there have been good brands in the market ഈ ഒരു ഒറ്റ കാരണം, if you don't reach out, നമ്മൾ അവരെ വിളിച്ചിട്ട് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ they'll just cut you off. There have been so many brands അങ്ങനെ, അപ്പം so we always go with the ones we feel is safe. ഓക്കെ. And we suggest, കണ്ടിന്യൂസ്ലി. continuous, and നമ്മളത് സജസ്റ്റ് ചെയ്യത്തേ ഉള്ളൂ. നമ്മൾ Okay. മിക്കപ്പോഴും ക്ലയൻസിനോട് അങ്ങനെ പറയുള്ളൂ, ഓക്കെ. ട്രൈ ഗോയിങ് വിത്ത് ദിസ്, ഇഫ് യു വാണ്ട് ടു ഗോ പ്രീമിയം ചൂസ് ദിസ്. Okay. അങ്ങനെ നമ്മൾ ജനറലി പറയാറ്. ഓക്കെ. ഈ നമുക്ക് ഈ പുതിയ ട്രെൻഡുകളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഒത്തിരി പഴയ തലമുറയല്ല, എന്നിരുന്നാലും ഏറ്റവും പുതിയ തലമുറ ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന നമ്മുടെ കേരളത്തിൽ, ഇപ്പം കൊച്ചു കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒത്തിരി അനവധി ആർക്കിടെക്ചർ സ്കൂളുകളും കോളേജുകളും ഒക്കെ ഉള്ളൊരു ഓരോ വർഷവും എനിക്ക് തോന്നുന്നു ഏകദേശം 3000-ഓളം സ്റ്റുഡൻസ് പഠിച്ചിറങ്ങും, അല്ലേ? അപ്പോൾ ഈ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും നല്ലൊരു ഉപദേശം എന്താ ഇത്തരം കാര്യങ്ങളിൽ? കാര്യത്തിൽ കുട്ടികൾ നമ്മളെക്കാളും വളരെ അഡ്വാൻസ്ഡ് ആണ്. അതുകൊണ്ട് അവർക്കൊരു അഡ്വൈസിന്റെ ആവശ്യമില്ല. പക്ഷെ ഞാൻ എപ്പോഴും, എനിക്ക് പേഴ്സണലി, ഞാൻ എൻ്റെ ട്രെയിനീസോ അല്ലെ എൻ്റെ ഓഫീസിലെ ജൂനിയർ സ്റ്റാഫിനോട് പറഞ്ഞു, മാക്സിമം പ്രൊഡക്റ്റുകൾ മനസ്സിലാക്കി ഷോറൂം അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിന്റെ എക്സ്പേർട്ടുകളോട് ഡിസ്കസ് ചെയ്യുക. നിങ്ങൾ ലൈവ് എക്സ്പീരിയൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടും. റിസൾട്ട് നമ്മളിപ്പം ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ നമ്മളൊരു ഇമേജിലോ കാണുന്നത് മാത്രമല്ല അതിന്റെ റിയാലിറ്റി. ഫീൽ ഇറ്റ്, കൂടുതൽ ഡിസ്കസ് ചെയ്യുക. ഞാൻ ചില സമയത്ത് പറയും, എറണാകുളം പോലെ സ്ഥലത്ത് ബ്രോഡ്വേ പോകുന്നു, നിങ്ങൾ പ്രൊഡക്റ്റുകൾ കാണാം. കാരണം അങ്ങനെ പ്രൊഡക്റ്റുകളിലേക്ക് ഇറങ്ങിയാലേ എനിക്ക് ആഗ്രഹമുണ്ട് ഒരു സാധനം ചെയ്യണമെന്ന്, പക്ഷെ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണല്ലോ ടോപ്പിക്. അത് ചെയ്യണമെങ്കിൽ നമ്മൾ താഴേക്ക് ഇറങ്ങി നമ്മൾ അതിനെപ്പറ്റി, പ്രൊഡക്റ്റിനെ പറ്റി മനസ്സിലാക്കുക, അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അപ്പൊ അതേപോലെയാണ് ഇപ്പൊ ഈ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരുവാണെങ്കിൽ, ശരിക്കും നമ്മൾ പല വെൻഡേഴ്സിനെ കിട്ടും, അല്ലെങ്കിൽ ഇതിനകത്ത് എക്സ്പേർട്ടുകൾ, ഇതിന്റെ പ്രൊഡക്റ്റ് കമ്പനികൾ, പല ഷോറൂംസ് വിസിറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഇതിനെപ്പറ്റി കൃത്യമായ ഒരു നോളജ് എടുക്കാൻ പറ്റും. നമ്മളിലേക്ക് മാത്രം ഒതുങ്ങാതെ ഓപ്പൺ അപ്പ് ചെയ്ത് ഫുള്ളായി മനസ്സിലാക്കി എടുക്കുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ടെക്നോളജി. ഇപ്പം ഞാനിപ്പോ സംസാരിക്കുമ്പോൾ തന്നെ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചിലപ്പോൾ നമ്മൾ പോലും ഇനിയും എത്രയോ പുതിയ കാര്യങ്ങൾ ഇതിൽ ഇറങ്ങിയിരിക്കുന്നു. അപ്പൊ അത് പഠിക്കുക, അതിനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണെന്നുള്ളത് റിയലൈസ് ചെയ്യുക. ഇന്ന് ഞാനൊരു പ്രോജക്റ്റ് ചെയ്തു, ഞാൻ എല്ലാം പഠിച്ചു, ഇല്ല, നാളെ പുതിയത് സംതിങ് എൽസ് വിൽ കം. ആൻഡ് എപ്പോഴും ഒരു തുറന്ന മനസ്സോടെയുള്ള സമീപനമായിരിക്കണം. തീർച്ചയായിട്ടും അതാണ് നമ്മുടെ പുതിയ ജനറേഷന് ഇവർക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ആശംസ, മെസ്സേജ്, അല്ലേ? ഓക്കെ. ഞങ്ങൾ വളരെയധികം സംതൃപ്തരാണ്. കാരണം ഞങ്ങളുടെ ഓഡിയൻസിന് വളരെ അറിവ് പകരുന്ന ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി. ഡെഫിനറ്റ്ലി നമ്മൾ പലപ്പോഴും പല ആളുകളും പറയും എക്സ്പീരിയൻസ് മാറ്റേഴ്സ്. നിങ്ങൾ എല്ലാ തലത്തിലുമുള്ള പ്രൊജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരാൻ വളരെ എളുപ്പമാണ്. ഞങ്ങളുടെ ഈ കാണുന്നവർക്ക് ഒത്തിരി അറിവുകൾ നിങ്ങളിൽ നിന്ന് ലഭിക്കാൻ സാധിച്ചു. ഞങ്ങളോടൊപ്പം ഇന്നിവിടെ വരാനും ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും നിങ്ങൾ കാണിച്ച സമയത്തിനും നിങ്ങളുടെ വന്നതിനും ഒക്കെ ഞങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.